അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അങ്കിൾ ഹൗഡിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ആണ്. എന്തായാലും അങ്കിൾ ഹൗഡിയുമായിട്ട് ബന്ധപ്പെട്ട് തുടർച്ചയായ ടീസുകൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. എന്തായാലും മറ്റൊരു ടീസ് കൂടി ഇപ്പോൾ WWE പുറത്തേക്ക് വിടുന്നുണ്ട് അവരുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പേജിൽ. എന്തായാലും ഈ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അവർ ഉടനെ തന്നെ അത് ഡിലീറ്റും ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ ക്രിപ്റ്റിക് സംഭവങ്ങളൊക്കെ അവർ കുറച്ച് നേരം ഇടും, എന്നിട്ട് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യും. അങ്ങനെയാണ് പലപ്പോഴും WWE ചെയ്യാറുള്ളത്. എന്തായാലും ഈ ഒരു സംഭവം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ടീസ് എന്ന് പറയുന്നത് ഏതാണ്ടൊക്കെ ഉറപ്പാണ് അങ്കിൾ ഹൗഡിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഒരു ടീസ് വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾ ആ ഒരു ഫോട്ടോയിലോട്ട് അല്ലെങ്കിൽ ആ ഒരു ഇമേജിലോട്ട് നോക്കിയാൽ മതി, നിങ്ങൾക്കൊരു വെള്ള സാധനം എന്തോ പറക്കുന്ന പോലെ കാണാൻ സാധിക്കും. അതെന്താണെന്ന് നമുക്കറിയില്ല. ബട്ട് ആ ഒരു പിക്ചറിൻ്റെ ബാക്ക് വേയിലോട്ട് കുറച്ചുകൂടെ സൂം ചെയ്ത് നോക്കിയാൽ നമുക്കൊരു കറക്റ്റ് വ്യക്തി അവിടെ നിൽക്കുന്നത് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ കറക്റ്റ് എന്തൊരു സംഭവം നിൽക്കുന്നത് കാണാൻ സാധിക്കും. അത് മിക്കവാറും ഒരു അങ്കിൾ ഹൗഡിയുടെ രൂപം പോലെയൊക്കെയാണ് തോന്നുന്നത്. സോ എനിക്ക് തോന്നുന്നത് അങ്കിൾ ഹൗഡിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വലിയൊരു ടീസ് തന്നെയാണെന്ന്. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അങ്കിൾ ഹൗഡി കിങ് ഓഫ് ദി റിംഗ് അവരെ തന്നെ കൊണ്ടുവരേണ്ടതായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം അവിടെ തന്നെ WWE ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്കറിയില്ല. ഒരുപക്ഷെ നമുക്കറിയായിരിക്കാം, ആരും വിചാരിക്കാത്ത സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലും സ്മാക്ഡൗണിലോ ഏതെങ്കിലും റോയിലോ ആരും വിചാരിക്കാത്ത സമയത്ത് ഒരു ഡെബ്യൂ നടത്താനായിരിക്കും, അല്ലെങ്കിൽ ഒരു റിട്ടേൺ നടത്താനായിരിക്കും അങ്കിൾ ഹൗഡി തീരുമാനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ WWE തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം കിങ് ഓഫ് ദി റിംഗിൽ ആരും കൊണ്ടുവരാൻ, അത് WWE കൊണ്ടുവരാഞ്ഞത്. കാരണം എല്ലാവരും അവിടേക്കാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. സോ അപ്രതീക്ഷിതമായി കൊണ്ടുവരാനായിരിക്കും WWE ശ്രമം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതായിരിക്കും നല്ലത്. ഒരുപക്ഷെ സ്മാക്ഡൗണിലോ റോയിലോ ആയാലും വലിയ കുഴപ്പമില്ല, വേണമെങ്കിൽ NXT കൊണ്ടുവരാം. ആർക്കും നമുക്കൊന്നും പറയാൻ സാധിക്കില്ല, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അലക്സ ബ്ലിസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. എന്തായാലും അലക്സ ബ്ലിസ് അവരുടെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുന്നുണ്ട്. ആ ഒരു പോസ്റ്റിൽ അവരുടെ ഒരു പഴയ WWE ഇമേജും അതുപോലെ എനിക്കൊന്ന് റോയൽ റംബിളിൽ വരുന്നൊരു ഇമേജ് ആണെന്ന് തോന്നുന്നു. എന്തായാലും ആ ഒരു ഇമേജും അതുപോലെ തന്നെ സോങ് എന്ന് പറയുന്ന അവരുടെ തീം സോങ്ങുമാണ് അതിനിട്ടിരിക്കുന്നത്. എന്തായാലും ആ ഒരു പോസ്റ്റിൻ താരം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: I see your eyes, I know you are watching me. So I see your eyes, I know you are watching me. അങ്ങനെയാണ് അലക്സ ബ്ലിസ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇതൊരു ടീസ് പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അലക്സ ബ്ലിസ് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ അവിടെയുടെ ഒരു പുതിയ ഫാക്ഷൻ്റെ ഭാഗമൊന്നും അല്ല എന്നാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവരുടെ ആ ഒരു ടീസും സംഭവങ്ങളൊക്കെ കാണുമ്പോൾ അവരും ആ ഒരു വൈറ്റ് ഫാക്ഷൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സംഭവത്തിൻ്റെ ഭാഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിന് ചേരുന്നൊരു സൂപ്പർ സ്റ്റാറാണ് നമ്മുടെ എന്താ പറയുക അലക്സ ബ്ലിസ്സൊക്കെ. സോ അലക്സ ബ്ലിസ് മിക്കവാറും എനിക്ക് തോന്നുന്നു അങ്കിൾ ഹൗഡി റിട്ടേൺ ചെയ്യുമ്പോഴേ റിട്ടേൺ ചെയ്യത്തുള്ളതെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം ഡിലേ ചെയ്ത് ഈ ഒരു സംഭവം വെക്കുന്നത്. സോ നമുക്ക് കണ്ടു തന്നെ അറിയാം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കോഡ് റോഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്ഡേറ്റ് ആണ്. അതായത് കോഡ് റോഡ്സിൻ്റെ ഒരു ആരാധകൻ സോഷ്യൽ മീഡിയയിൽ ഒരു ട്വീറ്റാണ്, അതായത് അടുത്ത കോഡ് റോഡ്സിൻ്റെ ചലഞ്ചർ ആരാകും. എന്തായാലും അതിനെ ടാഗ് ചെയ്തുകൊണ്ട് നമ്മുടെ കോഡ് റോഡ്സും ഒരു ട്വീറ്റ് ഇടുന്നുണ്ട്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഐ വണ്ടർ ഹു ഡു യു തിങ്ക് എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. സോ അദ്ദേഹം തന്നെ ചോദിക്കുന്നുണ്ട് ആരായിരിക്കും അതെന്ന്. എന്തായാലും എനിക്ക് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ആരായിരിക്കും അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും പിടികിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നില്ല ലോഗൻ പോൾ വീണ്ടും റിട്ടേൺ ചെയ്ത് വീണ്ടും ഒരു ഫ്യൂഡിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സെത്ത് റോളിൻസ് അവിടെ ഇല്ല. പിന്നെ ഇനി ആരാണ് ഒരു ഫ്യൂഡായിട്ട് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. മിക്കവാറും ബ്ലഡ് ലൈൻ്റെ സംഭവങ്ങൾ എന്തെങ്കിലും വരാനുള്ള സാധ്യതകളുണ്ടോ അറിയത്തില്ല. ബ്ലഡ് ലൈൻ സ്മാക്ഡൗണിലാണ്, സോ കോഡ് റോഡ്സ് സ്മാക്ഡൗണിലാണ്. സോ ബ്ലഡ് ലൈൻ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും വരാനുള്ള സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ അതുകൊണ്ടായിരിക്കാം കോഡ് റോഡ്സും അങ്ങനെ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കണ്ടു തന്നെ അറിയാം. എന്തായാലും എനിക്കറിയില്ല, തുടർച്ചയായിട്ട് ഇങ്ങനെ കോഡ് റോഡ്സ് ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം കോഡ് റോഡ്സ് മാച്ച് വന്നാൽ കോഡ് റോഡ്സ് ഏത് വിധത്തിൽ ജയിക്കും, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഡിസ്ക്വാളിഫിക്കേഷൻ ആവും. നമുക്കറിയാം ഈ ഒരു ടൈറ്റിൽ എങ്ങനെയായാലും കുറേ നാൾ പോകുമെന്ന്. എന്തായാലും ക്ലാഷ് ഓഫ് ദി കാസിൽ കോഡ് റോഡ്സിൻ്റെ മാച്ച് ബുക്ക്ഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ബുക്ക്ഡൊന്നും അല്ല. സോ നമുക്കറിയാൻ സാധിക്കില്ല കോടിയോടെ മാച്ച് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യം. കാരണം അവിടുത്തെ കോടിക്ക് മെയിൻ ഇവൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. നമുക്കറിയാം അവിടെ നമ്മുടെ ഡ്രൂ മക്കിൻ്റെറിൻ്റെ മാച്ചായിരിക്കും. അദ്ദേഹം സ്കോട്ട്ലൻഡുകാരനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മാച്ചായിരിക്കും മെയിൻ ഇവൻ്റ് ആകാൻ പോകുന്നത്. സോ അതായത് ഡാവിൻ പ്രീസ്റ്റ് ഡ്രൂ മക്കിൻ്റെയർ മാച്ച്, അതുകൊണ്ടാണ് അത് നേരത്തെ പ്രഖ്യാപിച്ചതും. സോ കോടിക്ക് ഇവിടെ മെയിൻ ഇവൻറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പോൾ കോടിയുടെ മാച്ച് ഉണ്ടാകണമെന്നില്ല, ചിലപ്പം ഉണ്ട് കണ്ടെന്ന് വരാം. കാരണം അദ്ദേഹം എല്ലാ ഷോയിലും മാച്ച് ചെയ്ത്, അതായത് ചെറിയ PLE അല്ല, നമ്മുടെ ലൈവ് ഇവൻറ്റ്സ് വരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. സോ ഇങ്ങനെ ഞാൻ കട്ട് ചെയ്യാതാണ് പറയുന്നത്. അതായത് തുടർച്ചയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പം ഒത്തിരി മിസ്റ്റേക്ക് വരും. കാരണം നമ്മൾ വേറെ കുറേ വീഡിയോസ് ചെയ്യുന്നുണ്ട്, ഫുട്ബോളിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് പറയുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകും, അതായത് മിസ്റ്റേക്സ് ഒക്കെ വരും. സോ നിങ്ങൾ ക്ഷമിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും കോഡ് റോഡ്സിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇതിന് ക്ലാഷ് ഓഫ് ദി കാസിൽ മാച്ച് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല. ഇപ്പോൾ അദ്ദേഹം തന്നെ ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത ചലഞ്ചർ ആരായിരിക്കുമെന്ന്. സോ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കണ്ട് തന്നെ അറിയാം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഗന്ധറുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. എന്തായാലും ഗന്ധർ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഇട്ടൊരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തായാലും ആ ഒരു ട്വീറ്റ് അദ്ദേഹം ഇട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗ്രേറ്റസ്റ്റ് IC ചാമ്പ്യൻ ഓഫ് ഓൾ ടൈം, കിങ് ഓഫ് ദ റിംഗ്, സൂൺ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ എന്നാണ് അത് ഇട്ടിരിക്കുന്നത്. സൂൺ അദ്ദേഹം ഉറപ്പായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഒരു വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആ ലെവലിലുള്ള പുഷാണ് അത് ഇതിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു മിഡ് കാർഡായിട്ട് കാണിച്ചാൽ, ഞാൻ നേരത്തെ ചില സൂപ്പർ സ്റ്റാർസിൻ്റെ കാര്യം പറഞ്ഞിരുന്നു, അവരൊരു അതായത് ഒരു ടോപ്പ് കാർഡായിട്ട് കാണിച്ചാൽ അവരെല്ലാം മിഡ് കാർഡിലേക്ക് പോകും. പക്ഷേ ഗന്ധറിനെ മിഡ് കാർഡായിട്ട് കാണിച്ചാൽ പോലും അദ്ദേഹം ഒരു ടോപ്പ് കാർഡായിട്ടാണ് പോകുന്നത്. സോ
ചിലർ അങ്ങനെയാണ്, ചിലർ എത്ര നമ്മൾ താഴേക്ക് കാണിച്ചാൽ അവർ ടോപ്പ് രീതിയിലേ പോകത്തുള്ളൂ. സോ അതിലൊരു വ്യക്തിയാണ് ഗന്ധർ എന്ന് പറയുന്നത്. WWE വന്നപ്പോൾ തന്നെ അന്നത്തെ ഒരു മിഡ് കാർഡ് IC ചാമ്പ്യൻഷിപ്പിലാണ് ഇട്ടത്. പക്ഷേ ആ ഒരു IC ചാമ്പ്യൻഷിപ്പ് അതുവരെ കുറച്ച് വേസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ആരുടെ ഇരുന്നാലും വലിയ ഇതൊന്നും സംഭവമൊന്നും ഇല്ലായിരുന്നു, കണ്ടൻറ്റൊന്നും വരുന്നില്ല. പക്ഷേ ആ ഒരു ചാമ്പ്യൻഷിപ്പ് നമ്മുടെ ഗന്ധറിൻ്റെ കയ്യിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ഒരു ഇത് തന്നെ അതിനൊരു വേൾഡ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഒരു പവറൊക്കെ വന്നു. അതായത് ഒരു പ്രത്യേക പവർ IC ചാമ്പ്യൻഷിപ്പിന് വന്നു. സോ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഗന്ധർ എന്ന് പറയുന്നത്. മിഡ് കാർഡിലിട്ടാലും ഒരു ടോപ്പ് കാർഡിൻ്റെ പവർ കിട്ടുന്ന ഒരു സൂപ്പർ സ്റ്റാറാണ്. സോ അദ്ദേഹം ഉറപ്പായിട്ടും വളരെ പെട്ടെന്ന് തന്നെ വേൾഡ് ചാമ്പ്യൻ ആകുമെന്ന് വിചാരിക്കാം. എന്തായാലും കോഡ് റോഡ്സിന് ഇപ്പോൾ ചലഞ്ചേഴ്സ് ഒന്നും ഇല്ലാതെ നിൽക്കുകയാണ്. ഇനി ഗന്ധർ ചലഞ്ചർ ആകുമെന്ന് നമുക്കറിയില്ല. അദ്ദേഹം എനിക്കൊന്ന് യൂറോപ്പിൽ നിന്നുള്ളൊരു വ്യക്തിയാണെന്ന് തോന്നുന്നു ഗന്ധർ. സോ യൂറോപ്പിലേക്ക് ഗന്ധർ വേഴ്സസ് കോഡ് റോഡ്സ് മാറ്റി വന്നാൽ ഞെട്ടേണ്ട ആവശ്യമില്ല എന്ന് തന്നെ പറയണം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, ജിമ്മി യൂസോ തിരിച്ചു വരില്ലേ എന്ന്. എന്തായാലും ജിമ്മി യൂസോ റിട്ടേൺ ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് നമുക്കറിയാൻ സാധിക്കും. നമുക്കറിയാം ടാമ ടോങ്കയും സോളോ സിക്കാവും കൂടെ എത്തി അറ്റാക്ക് ചെയ്തിരുന്നു. സോ അവരെ ലക്ഷ്യമിട്ടായിരിക്കും ജിമ്മി യൂസോ തിരിച്ചു വരുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അവർക്ക് മറുപടിയുമായിട്ടാണ് അദ്ദേഹം വരുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ എന്തായാലും നമുക്കറിയാം ജെ യൂസോ വേറെ ലെവൽ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ജിമ്മി യൂസോ വരുമ്പോൾ അദ്ദേഹം ആ ഒരു ലെവലിൽ പോകട്ടെ. കാരണം ജെ യൂസോ അവർ രണ്ടുപേരും ടാഗ് ടീമായിരുന്നു. അതിൽ ജെ യൂസോയ്ക്ക് മാത്രം ഇപ്പോൾ നല്ലൊരു പുഷ് കിട്ടുന്നു, ജിമ്മി യൂസോയ്ക്ക് ആ ഒരു ലെവൽ ഇൻഡിവിജ്വൽ പുഷ് കിട്ടുന്നില്ല. സോ അങ്ങനെ ചില വ്യക്തിക്ക് കിട്ടത്തുള്ളൂ. അത് രണ്ട് ടാഗ് ടീം നിൽക്കുന്ന വ്യക്തികളിൽ ഒരാൾക്ക് മാത്രം ചിലപ്പോൾ നല്ല പുഷ് കിട്ടിയെന്ന് വരാം, ഒരാൾക്ക് ചെറിയ പുഷ് കുറവായെന്ന് വരാം. ബട്ട് നമുക്ക് നോക്കാം. ജിമ്മി യൂസോ ഒരു ബ്ലഡ് ലൈൻ ഫാമിലിയിലെ മെമ്പറാണ്. സോ അദ്ദേഹത്തിന് ഉറപ്പായിട്ടും നല്ല രീതിയിൽ പോകുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. എന്തായാലും ജെ യൂസോയ്ക്ക് കിട്ടിയ പോലെ തന്നെ ജിമ്മി യൂസോയ്ക്ക് നല്ലൊരു പുഷ് ഇടട്ടെ. എന്തായാലും ഇവരുടെ ഒരു സെഗ്മെൻറ്റ് വരുന്നുണ്ട്, ബ്ലഡ് ലൈനിൻ്റെ ഒരു സെഗ്മെൻറ്റ്. അതായത് ടാമ ടോങ്ക, സോളോ സിക്കാവോ, ജിമ്മി യൂസോ ആ ഒരു സംഭവം വരുന്നുണ്ട്. അപ്പോൾ ജിമ്മി യൂസോയുടെ പവർ കൂടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് CM Punk വേണ്ടുന്ന പുള്ളിയുടെ അപ്ഡേറ്റ് ആണ്. CM Punkൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ വരിക തിരിച്ചു പോകുക. ഇത് WWE മാത്രമല്ല AEWയിലും പുള്ളി ഇങ്ങനെയായിരുന്നു. വരിക ഇഞ്ചുറി പറ്റുക തിരിച്ചു പോകുക, ചാമ്പ്യനാകുക തിരിച്ചു പോകുക. ഒരു സംഭവങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും WWE ആ ഒരു സംഭവം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും അദ്ദേഹം റിട്ടേൺ ചെയ്യും, പിന്നെ ഒരു ഇഞ്ചുറി പറ്റും. എനിക്കൊന്നും അദ്ദേഹം ഫിസിക്കലി ഒട്ടും ഫിറ്റല്ല, അതായത് ഫിസിക്കലി ഇഞ്ചുറി റെസിസ്റ്റൻ്റ് അല്ലെന്ന് തോന്നുന്നു. പെട്ടെന്ന് ഇഞ്ചുറി വരുന്നൊരു സൂപ്പർ സ്റ്റാർ ആണെന്ന് തോന്നുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്, ഭയങ്കര ഹാർഡായിട്ട് വർക്കൗട്ട് ചെയ്യുന്നൊരു ഇമേജ്. എന്തായാലും അതിനെ കോട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ടാഗ് ചെയ്യുന്നുണ്ട്. ഡ്രൂ മെക്കിൻറ്റയർ ഒരു സ്മൈൽ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഇത് ഭയങ്കര പേഴ്സണലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു എന്താ പറയുക ഫ്യൂഡ് എന്ന് പറയുന്നത്. കാരണം അത്ര സംഭവങ്ങളാണ് സോഷ്യൽ മീഡിയ ഇവർ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പ്. എന്തായാലും ഈ ഒരു സ്മൈലിയും കൂടെ ആകുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല. എന്തായാലും CM Punk ഒരു പണ്ടത്തെ ഒരു 2010-11 ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിരുന്നു. എല്ലാ റോയിലും എല്ലാ സ്മാക്ക് ഡൗണിലും ഇഞ്ചുറി അങ്ങനെയൊന്നും വരാത്തൊരു സൂപ്പർ സ്റ്റാറാണ്. ഏതൊക്കെ രീതിയിൽ അദ്ദേഹം മാച്ച് ചെയ്യുമായിരുന്നു. ബട്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇഞ്ചുറി സംഭവിക്കുന്നു, പുറത്തേക്ക് പോകുന്നു, ഒരു സംഭവം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ എനിക്കറിയില്ല അദ്ദേഹം ഇനിയും എത്രത്തോളം ഫിറ്റാണ് WWE വരാനെന്ന്. എന്തായാലും അതിൻ്റെ മാക്സ് സ്കില്ല് കാരണമാണ് അദ്ദേഹം ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നതെന്ന് തന്നെ പറയണം. റെസ്ലിംഗ് വൈസ് അദ്ദേഹം ബെറ്റർ ആണോ എന്ന് ചോദിച്ചാൽ അന്നത്തെ അത്ര ഒരു പവർഫുൾ പെർഫോമൻസ്, അതായത് പണ്ടത്തെ ആ ഒരു ബ്രോക്ക് ലെസ്നർ CM Punk മാച്ചൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അത് എന്തോ പൊളി മാച്ചായിരുന്നു, വേറെ ലെവൽ മാച്ചായിരുന്നു, കാണുന്നതിന് പ്രത്യേക രസമായിട്ടുള്ളൊരു മാച്ചായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ CM Punkൻ്റെ മാച്ച് എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് വരുന്നില്ല. എന്തായാലും ആ ഒരു ലെവലിലേക്ക് വന്നില്ലെങ്കിൽ പോലും അതിൻ്റെ പകുതിയെങ്കിലും വരാമല്ലോ. സോ അത്രയൊന്നും വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. സോ എന്തായാലും എനിക്കറിയില്ല അദ്ദേഹം തിരിച്ചു വന്നാലും ഇനി എത്ര നാൾ നിൽക്കുമെന്ന്. പിന്നെ ഈ ഒരു ഫ്യൂഡ് നല്ല രീതിയിൽ പോകുന്നുണ്ട്. എന്തായാലും ആ ഒരു ഫ്യൂഡെങ്കിലും നല്ല രീതിയിൽ അവസാനിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും നമുക്ക് കണ്ടറിയാം ആ ഒരു ഫ്യൂഡെങ്കിലും ഇഞ്ചുറി കൂടാതെ അവസാനിക്കുമോ എന്ന്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജെഫ് ഹാർഡിയുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം ജെഫ് ഹാർഡിക്ക് ഒരു പരിക്കായിരുന്നു, അത് സംഭവിച്ചത് അദ്ദേഹം പുറത്തിരിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതായത് മാറ്റ് ഹാർഡി പറഞ്ഞൊരു കാര്യമാണ്. അതായത് ജെഫ് ഹാർഡിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അദ്ദേഹം റിട്ടേൺ ചെയ്യാൻ വെയിറ്റിംഗ് ആണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം എടുത്തൊരു കാര്യം പറയുന്നുണ്ട്, എൻ്റെ കൂട്ടല്ല ജെഫ് ഹാർഡി, അദ്ദേഹത്തെ ആരെങ്കിലും വിളിച്ചാലേ അദ്ദേഹം വരത്തുള്ളൂ, അങ്ങോട്ടൊന്നും അദ്ദേഹം വിളിക്കാറൊന്നുമില്ല. സോ അദ്ദേഹത്തിന് AEWയുമായിട്ട് ഇപ്പോഴും കോൺട്രാക്റ്റ് ഉണ്ട്. മിക്കവാറും ഒരു മിഡ് ജൂണോടൊക്കെ അദ്ദേഹം റിട്ടേൺ ചെയ്യുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതുപോലെ ഈ ഒരു വർഷം തന്നെ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റും അവസാനിക്കും, അതായത് AEWയുമായിട്ടുള്ള കോൺട്രാക്റ്റും അവസാനിക്കുമെന്ന് അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. ഇനി അദ്ദേഹം റിസൈൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും തനിക്കറിയത്തില്ലെന്നാണ് മാറ്റ് ഹാർഡി പറയുന്നത്. എന്നാലും എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇനിയും WWEക്ക് വരാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. അദ്ദേഹത്തിന് കുറേയധികം അലിഗേഷൻസൊക്കെ WWE ഉണ്ട്. ആ ഒരു വെള്ളമടിച്ച് വണ്ടി ഓടിക്കുന്നതിൻ്റെയും വെള്ളമടിച്ചൊന്നും ചെയ്യുന്നതിൻ്റെയൊക്കെ സംഭവങ്ങൾ ജെഫ് ഹാർഡിക്കുണ്ട്. സോ ജെഫ് ഹാർഡി നല്ല സൂപ്പർ സ്റ്റാർ ആയിരുന്നു. അദ്ദേഹം തന്നെ കൊണ്ട് കളഞ്ഞ ഒരു കരിയറാണെന്ന് തന്നെ പറയുമ്പോൾ. കാരണം അദ്ദേഹത്തിന് സെക്കൻഡ് വന്നപ്പോൾ അദ്ദേഹത്തിന് നല്ല പുഷ് കൊടുക്കാൻ WWE ശ്രമിച്ചതാണ്. പക്ഷേ അദ്ദേഹം തന്നെ വെള്ളമടിച്ചും അല്ലാതെ സംഭവങ്ങളൊക്കെ കൊണ്ടും അദ്ദേഹം തന്നെ അതിൻ്റെ കരിയർ അങ്ങ് ഇല്ലാതാക്കി കളഞ്ഞു. സോ അദ്ദേഹം മിക്കവാറും AEWയായിട്ട് റിസൈൻ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും വേറെ ഓപ്ഷൻ ഇല്ല അദ്ദേഹത്തിന്. AEW കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെക്കാട്ടി ഓപ്ഷൻ എന്നൊക്കെ പറയുന്നത് വളരെ താഴെയാണ്. സോ മിക്കവാറും അദ്ദേഹം AEW റിസൈൻ ചെയ്യും. അതായത് ഈ ഒരു നവംബർ ഓഗസ്റ്റോടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺട്രാക്റ്റ് AEWയുമായിട്ടുള്ള കോൺട്രാക്റ്റ് അവസാനിക്കുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. സോ അത് കഴിഞ്ഞ് അദ്ദേഹം റിസൈൻ ചെയ്യട്ടെ. അടുത്ത അപ്ഡേറ്റ് നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്.
എന്തായാലും ആരുടെയെങ്കിലും സാലറിയെക്കുറിച്ചൊരു അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ എല്ലാവർക്കും അതായത് സാലറി എത്ര ഉണ്ട് എങ്ങനെയുണ്ടെന്നൊക്കെ അറിയുമ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് നോക്കുന്നൊരു കാര്യമാണ്. സോ ഇപ്പോൾ WWE മെയിൻ റോസ്റ്ററിലെ സൂപ്പർ സ്റ്റാർ, അതായത് റോസ് മാക്ഡോൺ ഇതിൽ വർക്ക് ചെയ്യുന്ന സൂപ്പർ സ്റ്റാറിൻ്റെ മിനിമം സാലറി, അതായത് ഏറ്റവും കുറഞ്ഞ സാലറി പാക്കേജ് എത്രയാണ് എന്നിപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു സാലറി പാക്കേജ് എന്ന് പറയുന്നത് $3,50,000 അതായത് ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്നിട്ട് 2,93,00,000 രൂപ ഒരു വർഷം കിട്ടും. സോ നമുക്കറിയാം ഒഡേസി ജോൺസൺ എന്നൊക്കെ പറയുന്ന സൂപ്പർ സ്റ്റാർ ഇപ്രാവശ്യവും എന്താ പറയുക മെയിൻ ബ്രാൻഡിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഇതിൽ വെറുതെ ഇടുന്നുകൊണ്ട് തന്നെ വർഷം 2,93,00,000 രൂപ കിട്ടും ഒരു വർഷം. ഒരു പക്ഷേ ഒരു 3 വർഷത്തേക്ക് കോൺട്രാക്റ്റാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ഏതാണ്ട് എന്താ പറയുക 9 കോടിക്ക് അടുത്തൊക്കെ കിട്ടും. സോ WWE വെറുതെ ഒരു 2 വർഷം 3 വർഷം വർക്ക് ചെയ്താൽ മതി, നമ്മളൊക്കെ കോടീശ്വരനായി മാറും. സോ നല്ല എഫേർട്ട് വേണം, അത് വേറെ കാര്യമെന്ന് പറയുന്നത്. ഇതിൽ ഒഡേസി ജോൺസൊക്കെ ചുമ്മാതല്ല അവിടം വരെ എത്തിയത്, അദ്ദേഹം കുറേയധികം എഫേർട്ട് ഇട്ടിട്ടായിരിക്കും WWE മെയിൻ ബ്രാൻഡ് വരെ എത്തിയത്. സോ അതിനുള്ള റെമ്യൂണറേഷൻ അദ്ദേഹത്തിൽ കിട്ടും. സോ WWE എന്ന് പറയുന്നത് ജസ്റ്റ് മെയിൻ ബ്രാൻഡിൽ അങ്ങോട്ട് കയറിയാൽ മതി, നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയാണ് കിട്ടുന്നത്. അതായത് $3,50,000 മിനിമമാണ്. മിനിമം അതിനകത്തിലെ ഏറ്റവും ലീസ്റ്റായിട്ടുള്ള സൂപ്പർ സ്റ്റാർസിന് വരെ ജസ്റ്റ് ആ ഒരു മെയിൻ ബ്രാൻഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കിട്ടുന്ന തുകയാണ് 2,93,00,000 രൂപ ഒരു വർഷം. നിങ്ങളൊന്ന് ആലോചിക്കുക എത്രത്തോളം വലുതാണതെന്ന്. അതായത് ഒരു മാസം ഏതാണ്ട് 24 ലക്ഷം രൂപ. സോ 24 ലക്ഷം രൂപ നമ്മളിവിടെയൊക്കെ ഇന്ത്യയിൽ എന്തോ പണി ചെയ്താലും കിട്ടത്തില്ല. ഏത് വലിയ പണി ചെയ്താലും എനിക്ക് തോന്നുന്നില്ല ഒരു 24 ലക്ഷം രൂപയൊക്കെ വെച്ച് ഒരു മാസം കിട്ടുമെന്ന്. സോ അൺബിലീവബിളാണ് WWE ഒരു മെയിൻ ബ്രാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ. സോ US എന്ന് പറയുന്നത് എത്രത്തോളം റിച്ച് ആയിട്ടുള്ള കൺട്രിയാണെന്ന് എനിക്ക് ഇതിലൂടെ മനസ്സിലായി കാണും. എന്തായാലും WWE കാണുന്നവരുണ്ടെങ്കിൽ വെറുതെ ഇരുന്ന് കണ്ടാൽ മാത്രം പോരാ, WWE കയറാൻ കൂടി നോക്കണം, നിങ്ങൾ കോടീശ്വരന്മാരാകും. ജസ്റ്റ് ഒരു വർഷത്തെ ഡീല്, അത് ഒരു വർഷം WWE ഇന്ന് മതി മെയിൻ ബ്രാൻഡ്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, കിങ് ആൻഡ് ക്വീൻ ഓഫ് ദ റിംഗ് PLE ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഡെവോമൽസൻ്റെ സമയമായിരിക്കുകയാണ്. അദ്ദേഹം എത്ര നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ എത്ര സ്റ്റാർസ് ഓരോ മാച്ചിന് വെച്ച് കൊടുക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്തായാലും നമുക്കൊന്ന് നോക്കാം. എന്തായാലും ആദ്യത്തെ മാച്ച് എനിക്ക് തോന്നുന്നു ബിയാങ്ക ജേഡ് കാൻഡസ് ഇൻഡിയൂർ തമ്മിലുള്ള മാച്ചാണ്. എന്തായാലും അതിന് 1.75 സ്റ്റാർസാണ് നൽകിയിരിക്കുന്നത്. അതിൽ ബെക്കി ലിഞ്ച് ലിവ് മോർഗൻ ഇതിന് 2.75ഉം സാമി സെയിൻ ഗേബിൾ ബ്രോൺസൺ റീഡിന് 3.75ഉം നയ ജാക്സ് ലൈറ വൾക്കേര ആ ഒരു മാച്ച് 1.5ഉം ഗന്ധർ റാൻഡി ഓട്ടൻ 4.25 കോഡ്രൂസ് ലോഗൻ പോൾ അതിന് 4.25 സ്റ്റാർസ് വെച്ചാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ ഞാൻ ഫുള്ളായിട്ട് കണ്ടിട്ടില്ല ആ ഒരു PLE എന്ന് പറയുന്നത്. ഞാൻ കണ്ടിട്ടുള്ള മാച്ചസ് നയ ജാക്സ് ലൈറ അതുപോലെ ഗന്ധർ റാൻഡി ഓട്ടൻ കോഡ് റോഡ്സ് ലോഗൻ പോള് ഒരു മാച്ചൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. എനിക്ക് എന്തോ കാരണത്താൽ അത് കാണാൻ സാധിച്ചില്ല ബാക്കി 3 മാച്ചസ്. ഇതിൽ നയ ജാക്സ് ലൈറ വൾക്കേര ആ ഒരു മാച്ചിന് 2.5 സ്റ്റാർ നൽകാമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു 3 സ്റ്റാർ എങ്കിലും നൽകാവുന്ന ഒരു മാച്ച് ഉണ്ടായിരുന്നു അത്. പിന്നെ ഗന്ധർ റാൻഡി ഓട്ടൻ അതുപോലെ തന്നെ കോഡ് റോഡ്സ് ലോഗൻ പോൾ അത് രണ്ടും ഒരു 4 സ്റ്റാറിൻ്റെ അത്ര എത്തുന്നൊരു മാച്ചല്ല. ഒരു 3.5 അത്രയൊക്കെ 3.75 വരെ വേണമെങ്കിൽ കൊടുക്കുക, അത്രയൊക്കെ എത്തുന്നൊരു മാച്ച് ഉള്ളായിരുന്നു. പിന്നെ 4 സ്റ്റാറൊക്കെ നൽകേണ്ട മാച്ചുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഗന്ധറിന് ഒരിക്കലും നമ്മുടെ ഡെവോമൽസിൻ്റെ കുറച്ചെന്തായാലും ഇവിടെ ഇല്ല ഒരിക്കലും സ്റ്റാർസൊക്കെ. എന്തായാലും കോഡ്രോഡ്സിന് എന്തെങ്കിലും കുറച്ചിട്ടുണ്ട്. ലോഗൻ പോൾ നമുക്കറിയാം, ലോഗൻ പോൾ കോഡ്രോഡ്സൊക്കെ നല്ല മാച്ചായിരുന്നു. ബട്ട് 4 സ്റ്റാറൊക്കെ നൽകാൻ പറ്റിയ ഒരു മാച്ചാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഈ ഓരോ മാച്ചിനും എത്ര സ്റ്റാർ നൽകുമെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും പറയുക. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ WWE TNA ഇവരുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്രോസ് ഓവറാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്തായാലും ഈ ഒരു ജൂൺ 14 TNAയുടെ ഒരു PLE നടപ്പുണ്ട്. ആ ഒരു PLE എന്ന് പറയുന്നത് ആൾ ഓഡ്സ് എന്ന് പറയുന്ന TNA അഗേൻസ്റ്റ് ആൾ ഓഡ്സ് എന്ന് പറയുന്ന ഒരു PLE ആണ്. എന്തായാലും ആ ഒരു PLE ജൂൺ 14 നടക്കാൻ പോവുകയാണ്. എന്തായാലും ഈ ഒരു PLEയിൽ നമ്മുടെ NXT സൂപ്പർ സ്റ്റാർസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഒരു കാമിയോ അപ്പിയറൻസ് അല്ലെങ്കിൽ ഒരു സർപ്രൈസ് അപ്പിയറൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. അതുപോലെ തന്നെ ജോർഡൻ ഗ്രേസിൻ്റെ ഒരു ഓപ്പൺ ചലഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. സോ ഒരു ഓപ്പൺ ചലഞ്ചിൽ ആരെങ്കിലും വരാനുള്ള സാധ്യതകളുണ്ടെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടു തന്നെ അറിയണം. അതുപോലെ തന്നെ വേറൊരു PLE കിടപ്പുണ്ട്. അവരുടെ വൺ ഓഫ് ദി ബെസ്റ്റ് PLE ആണ് സ്ലാമിവേഴ്സറി എന്ന് പറയുന്നത്. സോ ആ ഒരു PLEയിലും ഒരു സർപ്രൈസ് അപ്പിയറൻസ് NXTയിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ എനിക്ക് തോന്നുന്നു NXT TNA എന്തോ ഒരു ബൈൻഡ് അപ്പ് ക്രോസ് ഓവറൊക്കെ നടന്നു പോകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു സമയത്ത് മറ്റൊരു പ്രൊമോഷൻ കമ്പനിയെ മെൻഷനേ ചെയ്യാറില്ലായിരുന്നു WWE. പക്ഷേ ഇപ്പോൾ നിങ്ങൾ നോക്കുക, TNA ആ ഒരു സമയത്ത് ഏറ്റവും കോമ്പീറ്റിംഗ് കമ്പനിയായിരുന്നു, അവരെ വരെ മെൻഷൻ ചെയ്യാൻ WWE തുടങ്ങിയിരിക്കുന്നു. സോ വലിയൊരു ക്രോസ് ഓവറാണ്, വലിയൊരു പുതിയ യുഗമാണ് ട്രിപ്പിൾ എച്ചിൻ്റെ കീഴിൽ WWE നടന്നുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാറ്റ് കേബിളുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ചാറ്റ് കേബിളിൻ്റെ ഒരു കോൺട്രാക്ട് അവസാനിക്കാറായി. ഈ ഒരു കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. എന്തായാലും ഇതുവരെ അദ്ദേഹം റിസൈൻ ചെയ്തിട്ടില്ല. ഇനി റിസൈൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. റിസൈൻ ചെയ്യാൻ WWE ഇതൊരു കോൺട്രാക്റ്റ് പോലും കൊടുത്തിട്ടില്ല. അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ ലക്ഷ്യമിട്ട് കുറേയധികം പ്രൊമോഷൻ രംഗത്തുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് വേറെ കമ്പനികൾ രംഗത്തുണ്ട്.
എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് AEW ഉൾപ്പെടെയുള്ള പല പ്രമുഖ കമ്പനികളും അദ്ദേഹത്തെ ലക്ഷ്യമിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. എന്തായാലും ചാഡ് ഗേബിൾ എവിടേക്ക് എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. ഒരാഴ്ചക്കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എനിക്ക് തോന്നുന്നില്ല WWE അദ്ദേഹത്തെ വെറുതെ വിട്ടുകളയുന്നു. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റോറിയും, അതായത് അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത സമയത്ത് ഇടയ്ക്ക് ചാഡ് ഗേബിൾ സെഗ്മെൻറ്റ്സൊക്കെ അവർ വലിച്ചേറ്റിയിടുന്നുണ്ട്. എന്തായാലും ഉറപ്പായിട്ടും ചാഡ് ഗേബിൾ നിലനിർത്തുമെന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തെ നിലനിർത്തിയില്ലെങ്കിൽ അദ്ദേഹത്തെ പൊക്കാൻ പല കമ്പനികളും അല്ലെങ്കിൽ പല പ്രൊമോഷൻസും ഇപ്പോൾ രംഗത്തുണ്ട്.